പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എനിക്ക് സ്തുതി നടമ്പേ തൻ്റെ കരുണയും മനോഗുണവും എന്നുള്ള ചൊല്ലിപ്പെടുമാറാകട്ടെ. ആമേൻ. വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് പ്രത്യാശിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചന ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: കൃതജ്ഞതയായിരിക്കട്ടെ നിങ്ങളുടെ ബലി എന്ന് പറയുകയാണ്. ദൈവത്തിന് നാം എന്താണ് ബലി കഴിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ നന്ദി പ്രകാശനങ്ങളാണ് ദൈവത്തിന് ബലിയായിട്ട് അർപ്പിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകും. നമ്മളൊത്തിരി പരാതി പറയാനായിട്ട് നമ്മൾ ഒരിക്കലും മറക്കാറില്ല. നമ്മുടെ ആവശ്യഭാരങ്ങൾ പറയാൻ നമ്മൾ ഒരിക്കലും ദൈവത്തോട് മറക്കാറില്ല. എന്നാൽ ദൈവത്തിന് നന്ദി പറയുവാൻ പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ ബലി അർപ്പിക്കേണ്ടത് നന്ദിയുടെ ബലികളായിരിക്കണം. പഴയ നിയമപുസ്തകം മൊത്തം പരിശോധിക്കുമ്പോൾ അബ്രഹാമും യാക്കോബും ഇസ്ഹാക്കും എല്ലാം ദൈവത്തിന് കൃതജ്ഞതാ ബലികൾ അർപ്പിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. സ്വർഗീയ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തലേണിയാക്കി വെച്ച കല്ലിന് അഭിഷേകം ചെയ്തുകൊണ്ട് അവിടെ ബലിപീഠം പണിത് ദൈവത്തിന് ബലി അർപ്പിച്ച പിതാക്കന്മാർ നമുക്കുണ്ട്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നൽകുന്ന നന്മകൾക്ക് ബലി അർപ്പിക്കുന്ന, കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നവരായിട്ട് തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് ഒരു നിമിഷം നന്ദി പറയുവാൻ ഇടയായിത്തീരട്ടെ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാത്തിനും നന്ദി പറയുവാൻ ഈ പ്രഭാതം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ.